ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പിനൊന്നല്ല ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. നോമ്പ് നോറ്റിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അത്ര എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്മുക്ക വന്ന സമയത്ത് ഞാനും ഷെയ്മുക്കയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോമ്പിന് ഈ വെയിലും മോളും ഒക്കെ ആയിട്ട് എളുപ്പമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കുന്നംകുളം പോയി. അപ്പോൾ കുന്നംകുളം സ്റ്റൈലിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വെസ്റ്റേൺ ടോപ്പിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടേക്കാണ് പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ഉമ്മാക്ക് മാക്സി ഷോള്, പിന്നെ ഷൈമുക്കാക്ക് മുണ്ട് ഒക്കെ വേണം. പിന്നെ എനിക്ക് ജീൻസ് പാൻറ്റ് ഷൈമുക്ക ഇപ്പോഴത്തെ മോഡൽ പാൻറ്റില്ല, അത് ഷൈമുക്ക ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൈമുക്കാക്കുള്ള ഡ്രസ്സും ഷൈമുക്ക ഓൺലൈനിൽ തന്നെയായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ഷൈമുക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എൻ്റെ പാൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ടോപ്പും ഷോളും മാത്രം എടുക്കാനുള്ളൂ. പിന്നെ ഉമ്മാക്കുള്ള മാക്സി ഷോള്, ചെരുപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. പെരുന്നാൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ വെസ്റ്റേൺ ടോപ്പിൻ്റെ കടയിൽ കയറി. അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കളറ് ടോപ്പ് ഇഷ്ടമായി. പക്ഷെ ഞാൻ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ സെയിം കളറായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു ഇത് ഈ കളർ തന്നെയല്ലേ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പിന്നാക്കായിട്ട് പിന്നെ ഒരുപാട് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ടോപ്പൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇടുന്ന സ്റ്റൈലാന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പോഴത്തേത്. അപ്പോൾ അങ്ങനത്തെ കുറേ മോഡലും കാര്യങ്ങളൊക്കെ ചേച്ചി കാണിച്ചു തന്നു കേട്ടോ. ചിലതൊക്കെ എനിക്കിഷ്ടമായി, പിന്നെ ചിലത് ഭയങ്കര നീളം കുറവ്, ചിലത് കൈ കുറവ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ വേറെ എന്നിട്ട് നിന്നു കൂട്ടാം. പിന്നെ ഇതൊക്കെ ഭയങ്കര ഓവർ ലൂസ്, ഭയങ്കര ലൂസായിട്ടുള്ള ടോപ്പ്, അത് അങ്ങനത്തെ മോഡലാണ് അത്ര. പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ ഇഷ്ടമായില്ല, ഭയങ്കര ലൂസായിട്ട് രസമില്ല കാണാനായിട്ട്. അങ്ങനെ ഇടുന്നവരുണ്ട്, അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ശരിയായില്ല. ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ള ആ പീക്കോക്കിൽ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെയിം കളർ ഉള്ളത് കൊണ്ടാണ് അതെടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനെ ടോപ്പും പിന്നെ പാൻറ്റും സെയിം കളറായിട്ട് പ്ലെയിൻ ആയിട്ടുള്ളത് അത് ഇഷ്ടമായി ഷെയ്മുക്കാക്കൊക്കെ. പക്ഷേ ഭയങ്കരമായിട്ട് നിഴലടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. വലിയ ഇഷ്ടമായൊന്നുമില്ല. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ജീൻസ് പാൻറ്റിലേക്ക് ഇങ്ങനെ ഇറക്ക് കുറവുള്ളതൊക്കെ, അങ്ങനെയൊക്കെ ഇടുന്നവർക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. എന്നിട്ട് ഉമ്മാക്ക് മാക്സിയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് മാക്സി എടുക്കണം, പിന്നെ ഷോൾ എടുക്കണം, പിന്നെ ഇന്നർ വെയേഴ്സ് വേണം, പിന്നെ ഷൈമുക്കാക്ക് വെള്ളം മുണ്ടും, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കളർ മുണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഉമ്മാക്കുള്ള മാക്സിയും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്തു. നമ്മുടെ ബില്ലും കിട്ടി. അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ഷെയ്മുക്ക ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ അവിടുന്ന് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ മേലെ പോയിട്ട് പിന്നെ ഉമ്മ ഷാളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിയിലത്തേൽ മാക്സിയും കാര്യങ്ങളൊക്കെയാണ്, ഷർട്ട് മുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മാക്കുള്ള സംഭവങ്ങളും എല്ലാതും കിട്ടിയിട്ടാണ്. അങ്ങനെ നോമ്പുണ്ടായിരുന്നു. ഉമ്മ റംസാനത്തെ നോമ്പല്ല കേട്ടോ, ഉമ്മ റജബും ഷഅബാനും ഒക്കെ ഉമ്മ നോമ്പ് നോക്കും. അപ്പോൾ ആ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 6:30-6:45 ആകുമ്പോഴത്തേനും ഞങ്ങളങ്ങനെ ചങ്ങരംകുളത്തേക്ക് പോകുന്നു കേട്ടോ. ചങ്ങരംകുളത്ത് സ്റ്റുഡിയോയിലേക്ക് വന്നതാണ്. അപ്പോൾ വാങ്ങി കൊടുക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ഉമ്മ ജ്യൂസും പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് ഷവർമയും ഒക്കെ കഴിച്ചു കിട്ടും. അപ്പോൾ ഉമ്മക്ക് നോമ്പിറക്കിയും ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളും ഷവർമയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങനെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട്, അപ്പോൾ ചങ്ങരംകുളമുള്ള സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് ടോപ്പ് കിട്ടാതായപ്പോൾ തന്നെ ഷെയ്മുക്ക പറഞ്ഞു നമുക്ക് ചങ്ങരംകുളം പോവാം, സ്റ്റുഡിയോയിൽ പോയാൽ എന്തായാലും കിട്ടുമെന്ന്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നിട്ട് സ്റ്റുഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അത്ര ഓവർ റേറ്റും ഉണ്ടാവില്ല, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിലത്തെ ഡ്രസ്സുകൾ ഒരുവിധം മിക്ക ഡ്രസ്സുകൾക്കൊക്കെ കഴുത്ത് ഭയങ്കര കൂടുതലായിരിക്കും, പിന്നെ കൈ കുറവായിരിക്കും, പിന്നെ നീളം കുറവായിരിക്കും, അങ്ങനെയൊക്കെയാണ്.
എങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സുഡിയോയിൽ നിന്ന് എനിക്ക് ടോപ്പ് എടുക്കണം, പിന്നെ അതുപോലെ ഉമ്മാക്ക് ഒരു ചെരുപ്പ് എടുക്കണം, എനിക്കൊരു ചെരുപ്പ് എടുക്കണം, പിന്നെ ഇസ്മക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം കേട്ടോ. ലേഡീസിൻ്റെ ഡ്രസ്സുകളായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ലെങ്ത്തൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല. പക്ഷെ എനിക്കിഷ്ടമായിട്ടത്. അതേപോലെ ഈ ഡ്രസ്സൊക്കെ രസമുണ്ട്, ഇങ്ങനെ ഞെറിയൊക്കെ വന്നിട്ട് കളറും ഒക്കെ രസമുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളറൊന്നും ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ കുറച്ച് ലൈറ്റ് കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഒന്നെടുക്കുമ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് അപ്പുറത്ത് എടുക്കുക, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ബ്ലൂ നല്ല രസമുണ്ട്, ഇങ്ങനെ ഞെറിയൊക്കെ വന്നിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെയും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോൾ ട്രയൽ ചെയ്യാനൊരു 4-5 ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി, പക്ഷേ കളർ ഓറഞ്ച് ആയ കാരണം ഒരു ഇഷ്ടക്കുറവ് വന്നിട്ട്. പിന്നെ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ രസമുണ്ട്. പിന്നെ ഈ ഒരു പച്ച പോലത്തെ എടുത്തു, അതിൻ്റെ കൈയൊക്കെ കുറച്ച് നല്ല ഇങ്ങനെ ഒരു മോഡൽ കൈയായിട്ട് രസമുണ്ട് കേട്ടോ. അതും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു കരിമ്പച്ച പോലത്തെ കളറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് എടുത്തു, ഇതും രസമുണ്ട്, പക്ഷേ അതിൻ്റെ കളറ് കണ്ട ഭംഗി എനിക്ക് ഇട്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. കണ്ട ഒരു സുഖമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി, അതും വലിയ സുഖമൊന്നുമില്ല. കണ്ടപ്പോൾ ഇഷ്ടമായി, മോഡലൊക്കെ രസമുണ്ട്, പക്ഷേ ആ ഒരു ഓറഞ്ച് കളർ ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ കണ്ട രസത്തിന് ഇങ്ങനെ എല്ലാതും എടുത്ത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ ട്രയൽ ചെയ്തു കേട്ടോ. അതും രസമുണ്ടായിരുന്നു, ഇട്ടപ്പോൾ ഉമ്മയും പറഞ്ഞ് ഭംഗിയുണ്ടെന്ന്. ഈ ഒരു വൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ബ്ലാക്ക് ജീൻസൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കെട്ടണ സംഭവമൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ഒരു ഡ്രസ്സ്. പക്ഷേ ഭയങ്കരമായിട്ട് നിഴലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ വേറെ 2 ടോപ്പ് എടുത്തു കേട്ടോ. ആ ഒരു കരിമ്പച്ച എടുത്തു, പിന്നെ ഒരു ബ്ലൂ കളർ ടോപ്പ് എടുത്തു. അപ്പോൾ ആ 2 ടോപ്പ് എടുത്തു. ഷോളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ, സ്റ്റുഡിയോയിൽ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ ചെരുപ്പൊക്കെ ഭയങ്കര മോഡൽ ചെരുപ്പുകളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ചെരുപ്പുകളുണ്ട്. അത്ര റേറ്റും കാര്യമൊന്നുമില്ല. 299, പിന്നെ 399, 250 അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നല്ല മോഡൽ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇസ്മക്കുട്ടി ഇവിടെ അങ്ങനെ നടന്ന് കളിക്കുകയായിട്ട്. ഒരുപാട് കുട്ടികളും എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എല്ലാവരും അപ്പം തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ആളവിടെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ആൾക്ക് ക്ഷീണമൊന്നുമില്ല, ആൾ നടക്കന്നെ അവിടെ കളിച്ചിട്ടും ഓടിയിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവൾ കണ്ട അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കൊരു ചെരുപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ ഉമ്മാക്കൊരു ചെരുപ്പ് എടുത്തു, പിന്നെ ഞാനും എനിക്ക് ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തന്നെയായിരുന്നു നമ്മുടെ ഷോപ്പിംഗ്. പിന്നെ ഷെയ്മക്കൊരു വൈപ്സ് എടുത്ത്, പിന്നെ ഒരു ലിപ് ബാം എടുത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് ഷോളും കൂടിയാണ് കിട്ടാനുള്ളത് കേട്ടോ. ബാക്കിയില്ലാതെ നമുക്ക് കിട്ടി. ഷെയ്മക്കാക്കുള്ള ഡ്രസ്സ് കിട്ടി, ഉമ്മാക്ക് കിട്ടി, പിന്നെ എനിക്ക് കിട്ടി. ഇസ്മക്കുട്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഇസ്മക്കുട്ടിയുടെ സൈസിനുള്ളത് നോക്കിയപ്പോൾ ഷെയ്മക്കാക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. നാത്തൂൻ്റെ മക്കൾക്ക് ഇതുപോലെ ഞങ്ങൾ 2 ടീഷർട്ട് എടുത്ത്, അവർക്ക് കിട്ടി, പക്ഷേ ഇസ്മക്കുട്ടിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ നാളെ ഏറ്റവും പോയിട്ട് നമുക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇസ്മക്കുട്ടിനെ എടുക്കാൻ ചെല്ലുകയെന്ന് വിചാരിച്ചിട്ട് വേഗം നടക്കുകയാണ് അവൾ എടുക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയായിരുന്നു കേട്ടോ. അവളവിടെയൊക്കെ നടന്ന് ഒരു ലെവലായിക്കണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ചങ്ങരംകുളത്ത് നിന്ന് നേരെ പെരുമ്പിലാവിൽ വന്നു. പെരുമ്പിലാവിൽ എത്തുമ്പോൾ നമ്മൾ ഏകദേശം 8:45, 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്കാണെങ്കിൽ നോമ്പുണ്ടായിരുന്നല്ലോ. ആ ഒരു ജ്യൂസും ഷവർമയും കഴിച്ചതാണ്, വേറെ ഒന്നും ഉമ്മയും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മന്തി പറഞ്ഞിട്ട്, അപ്പോൾ അൽഫാം മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഫുഡ് വരുന്നതിൻ്റെ മുന്നേ ആ ഒരു മേശമ്മ കയറിയിട്ട് ഇസ്മുക്കുട്ടി ഇനി കളിക്കാത്ത കളിയൊന്നുമില്ല. അവിടെ കിടന്ന് കുത്തിമറിയുക, ക്ലാസ് എടുക്കുക, പ്ലേറ്റ് എടുക്കുക, അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അംഗങ്ങൾ. അങ്ങനെ ആദ്യം ഞങ്ങൾ നോർമൽ മന്തിയാണ് പറഞ്ഞത്. പിന്നെ അൽഫാം മന്തിക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്മക്കാരന് കുഴപ്പമില്ല, ടൈം എടുത്താലും നമുക്ക് പിന്നെ പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ അൽഫാം മന്തി വരാനൊരു 15-20 മിനിറ്റൊക്കെ പിടിച്ചുള്ളൂ. അത്ര അധികം സമയമൊന്നും ലേറ്റായൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ പോയി വന്നപ്പോൾ ഭയങ്കരമായിട്ട് തണുത്ത വെള്ളം കുടിക്കാനുള്ളൊരാഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അപ്പത്തിന് ഞങ്ങൾക്ക് തണുത്ത വെള്ളം, പിന്നെ സ്പ്രൈറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ.
നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പിൽ. പെരുമ്പിലാവിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികളും എല്ലാവരൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇസ്മുക്കുട്ടി നടന്നിട്ട് ഒരു വിധം അയക്കണം. ആൾ ഭയങ്കര ക്ഷീണമായി, മുഖമൊക്കെ ആകെ ജാതി അയക്കണം കേട്ടോ ആളത്. അങ്ങനെ അവിടുത്തെ ക്ലാസ് എടുത്ത് വലിച്ചെറിയുക, പ്ലേറ്റ് എടുക്കുക, അതൊക്കെ തന്നെയായിരുന്നു അവൾക്ക് പണിയിട്ടാ. അപ്പോൾ ഈ ഒരു പെരുമ്പിലാവ് എന്നുള്ള സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ശരിക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന ഷോപ്പുകളൊക്കെ തന്നെ ആ ഒരു ചിത്രത്തിലും കാണുന്നുണ്ട്. ഒരു ഫാൽക്കൺ മോള് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു മോളിൻ്റെ ഒരു ഇതുണ്ട് കണ്ട, ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഫാൽക്കൺ മോളിൻ്റെ ഇതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ വണ്ടികൾ പോണത്, ട്രാഫിക്, പിന്നെ അതുപോലെ ഈ സൈഡിലുള്ള ഈ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ, അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ചിത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൽ ഈ സൈഡിൽ ഇങ്ങനെ ചായയും സ്നാക്സൊക്കെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു. അതായത് നമ്മൾ ഓർഡർ ചെയ്ത അൽഫാം മന്തി വന്നു. അൽഫാമും പിന്നെ റൈസും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട നോർമൽ മന്തി അല്ല. പിന്നെ അതിലുള്ള മയണൈസ്, ടൊമാറ്റോയുടെ ചട്നി, സാലഡ് ഒക്കെ വന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അൽഫാം മന്തിയും ഒക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ച് മൂന്ന് പേരായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊരു മുക്കാലാണ് കേട്ടോ പറഞ്ഞത്. ഹാഫ് പറഞ്ഞാൽ നമുക്ക് ഒരു പീസ് കൂടി എക്സ്ട്രാ വേണമല്ലോ. അങ്ങനെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മയും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്മക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.